ഏത് അവയവങ്ങൾ കടഞ്ഞാലും കടയാത്തൊരവയവം നമുക്കുണ്ട്, അത് നമ്മുടെ നാവല്ലേ. കൈകളെ കൊണ്ട് കുറെ സമയം പ്രവർത്തിക്കുമ്പോ കൈയങ്ങ് കടഞ്ഞു പോകുന്നതോ, കണ്ണുകൊണ്ട് കുറെ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോ കണ്ണ് കടഞ്ഞു പോകുന്നതോ, കാലുകൊണ്ട് കുറെ നടക്കുമ്പോ കാല് കടഞ്ഞു പോകുന്നതോ, അതേ സമയത്ത് മണിക്കൂർ കണക്കിന് നാക്കിട്ടടിച്ചാൽ ഈ നാവിന് ഒരു ക്ഷീണവും വരൂല, ഒരു കടച്ചിലും വരൂല, നാവിനൊരു യാതൊരു ബുദ്ധിമുട്ടും വരൂല, നാവ് തളരൂല, നാവ് കുഴയൂല. അങ്ങനത്തെ ഒരു അവയവമാണ് മനുഷ്യന്റെ നാവ് കേട്ടോ. അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദര, ബുദ്ധിയുണ്ടോ? തന്റെ ഇടമുണ്ടോ? ഈ നാവ് ചലിക്കണമെങ്കിൽ, ഈ നാവ് മിണ്ടണമെങ്കിൽ, ഒരക്ഷരം നിന്റെ നാവ് കൊണ്ട് പറയണമെങ്കിൽ ഈ നാവിന്റെ മുകളിൽ ഏതാ തുപ്പുനീര്, ഉമിനീര് വേണേ. ഉമിനീര് വറ്റിപ്പോയാൽ നിന്റെ നാവിലുള്ള, നിന്റെ വായിലുള്ള ഈ ഉമിനീര് വറ്റിപ്പോയാൽ ഒരക്ഷരം മിണ്ടൂല, മിണ്ടാൻ കഴിയൂല, ഭക്ഷണത്തിന്റെ രുചി അറിയൂല, കഴിക്കുന്ന ഭക്ഷണം ദഹിക്കൂല. എന്ത് ഭക്ഷണം വേണമെങ്കിലും വെട്ടി വിഴുങ്ങുന്നല്ലോ, വിഴുങ്ങാൻ നിനക്ക് കഴിയുന്നല്ലോ, രുചി അറിയുന്നല്ലോ. അതിന് നിന്റെ വായിൽ പൊടിയുന്ന ഉമിനീര് വേണേ. ഈ ഉമിനീര് എവിടുന്നാണ് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടെയാണത് കയറ്റി വെച്ചിട്ടുള്ളത്? ഏത് ടാങ്കിലാണത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? ഈ ഉമിനീരങ്ങ് വറ്റിപ്പോയാൽ ഒരു ഭക്ഷണത്തിന്റെയും രുചി അറിയുന്നതല്ല. മൂക്കിലൂടെ കൊയലിട്ടിട്ട് ഭക്ഷണങ്ങൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കഴിക്കുന്ന, ഒഴിച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അവർ അറിയലുണ്ടോ? നല്ല ഭക്ഷണങ്ങൾ ഈ ജ്യൂസ് പോലെ അടിച്ചിട്ട് കൊടുക്കാത്തതെന്താ? അത് ദഹിക്കൂല. ഭക്ഷണം ദഹിക്കണമെങ്കിൽ ഉമിനീര് വേണം. അതുകൊണ്ടാ ചവച്ചരയ്ക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാ വിരലുകളെ കൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാമൂ എന്ന് പറയുന്നത്. ആരോഗ്യം നിലനിൽക്കണോ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിന്റെ കൈവെള്ളയിൽ അറിയരുത് കേട്ടോ. ഹബീബ് മുത്തുനബി അവിടുന്ന് ഭക്ഷണം കഴിച്ചത് വിരലുകളെ കൊണ്ട് മാത്രമോ? ഉള്ളംകൈ അറിയലില്ല. കുറച്ചേ കഴിക്കൂ, വായിലിട്ട് ചവച്ചരച്ച് തീർന്നിട്ടേ അടുത്തതെത്തൂ. അപ്പോഴേ ഉമിനീര് പൊടിയൂ, അപ്പോഴേ അത് ഗുണകരമായി തീരൂ, ആരോഗ്യദായകമാകൂ. ചിന്തിക്കണ്ടേ? യുഹില്ലു ലഹുമുത് ത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ. എല്ലാ ഗുണങ്ങളും എല്ലാ വൃത്തിയുള്ളതും ആവശ്യമായത് മുഴുവനും മുത്തുനബി നമുക്ക് അനുവദിച്ചു തന്നതാ, പഠിപ്പിച്ചു തന്നതാ. യുഹർരിമു അലൈഹിമുൽ ഖബായിസ. എല്ലാ വേണ്ടാത്തതും, എല്ലാ വെടക്കായതും, എല്ലാ വൃത്തികെട്ടതും മുത്തുനബി നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളതാ. ഞാൻ ചോദിക്കുന്നു മോനെ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഉമിനീര് ഓരോ നിമിഷവും നിന്റെ വായിൽ പൊടിയിക്കുന്ന റബ്ബുൽ ഇസ്സ ഖുർആനിൽ ചോദിക്കുകയാ, ഖുൽ ഇന്നസ്മഅഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങളെ ചങ്കിലെ, നിങ്ങളെ വായിലെ, നിങ്ങളെ നാവിലെ ഈ ഉമിനീരങ്ങ് വറ്റിപ്പോയാൽ, കണ്ണിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുനീർ അത് വറ്റിപ്പോയാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഒരു തുള്ളി കണ്ണുനീര് പടക്കാൻ കഴിയുമോ? കൃത്രിമമായി ഉണ്ടാക്കാനൊക്കുമോ? നിനക്ക്
വായിലുള്ള ഉമിനീര് വറ്റിപ്പോയാന് മിണ്ടൂല. 2 വർഷം മുമ്പ് സയ്യിദ് ഖലീൽ തങ്ങളവറുകള് മഅ്ദിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തു. ഒരു മനുഷ്യന്റെ ഉമിനീര് വറ്റിയതാ. കോടികൾ ഉണ്ടായിട്ടെന്തു കാര്യം, സമ്പത്തുണ്ടായിട്ടെന്തു കാര്യം, സൗകര്യങ്ങൾ ഉണ്ടായിട്ടെന്തു കാര്യം, വിദ്യാഭ്യാസം ഉണ്ടായിട്ടെന്തു കാര്യം? ഇല്ല ഇല്ല. ഈ ഉമിനീര് വറ്റിപ്പോയാന് കോടികൾ കൊടുത്താൽ ഒരു ഉമിനീര് നിർമ്മിക്കാൻ കഴിയില്ല. ആവശ്യാനുസരണം നിന്റെ വായിൽ ഇങ്ങനെ ഉമിനീര് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ റബ്ബിന്റെ പേരൊന്ന് കേൾക്കുമ്പോ എന്തുകൊണ്ട് ചിന്ത വന്നില്ല? ഉൾക്കിടിലം വന്നില്ല, പേടി തോന്നിയില്ല, ചിന്ത വന്നില്ല, രോമാഞ്ചമുണ്ടായില്ല. ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും ഖാലല്ലാഹു അസ്സ വജൽ. മുഅ്മിനീങ്ങൾക്കത് കേൾക്കുമ്പോൾ കൽബ് കടന്ന് പെടഞ്ഞു പോകും. ഈ റബ്ബാരായി അല്ലാഹുവിനറിയോ? എന്റെ ഹൃദയത്തെ മിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാ. ഈ റബ്ബാരാന്നറിയോ? എന്റെ കിഡ്നിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാ. ഈ അല്ലാഹ് ആരാന്നറിയോ? നിന്റെ ശരീരത്തിൽ 6 ലിറ്റർ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. ഈ അല്ലാഹ് ആരാന്നറിയോ? 450 ഗ്രാം തൂക്കമുള്ള കോഴിമുട്ടയുടെ വലിപ്പമുള്ള എന്റെ ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ആ അല്ലാഹനെ പറ്റിയാണ് ഈ കേൾക്കുന്നത്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? എന്റെ അല്ലാഹ് എന്നൊരു ചിന്ത വന്നിട്ടുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, തങ്ങളെ, ഈ മനുഷ്യൻ ഇവിടെ നിന്ന് അങ്ങോട്ടിറങ്ങിയപ്പോ ഒരു ഭയങ്കരമായ സിംഹം ഈ മനുഷ്യനെ പിടികൂടുകയാ. വന്യജീവികൾ, സിംഹമുൾപ്പെടെ, കരടിയുൾപ്പെടെ, പുലിയുൾപ്പെടെ വന്യജീവികൾ അത് ഇരയെ പിടിക്കാറുള്ളത് ആ ഇരയുടെ കഴുത്തിലാ. കഴുത്തിലെ സിംഹം കടിക്കൂ, കഴുത്തിലെ പുലി കടിക്കൂ, കഴുത്തിലെ കരടി കടിക്കൂ. ആ മനുഷ്യന്റെ കഴുത്തിലേക്ക് അങ്ങ് ചാടിയിട്ട് ആ സിംഹമങ്ങ് പിടിക്കുമ്പോ ഈ മനുഷ്യൻ ശരിക്കു ബോധത്തോടെ പറഞ്ഞു, അല്ലാഹ്. ജീവിതത്തിൽ ഒരിക്കലാണ് ഈ മനുഷ്യൻ അത് പറഞ്ഞത്. ആ ഒരൊറ്റ തവണ അല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യന് സ്വർഗം കൊടുത്തു. നാളെ സുഖലോക സ്വർഗത്തില് നിങ്ങളെ കൂടെ ഇരുത്തുന്നതാ. ആഖിർ സമാനിലെ മക്കളെ, ഒരൊറ്റ തവണ അല്ലാഹ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നതാ മോനെ ഈ സ്വർഗം. ആ നിലക്കാണ് പടച്ച റബ്ബിന്റെ കാരുണ്യം, ആ നിലക്കാണ് പടച്ച റബ്ബിന്റെ സ്നേഹം. അതേ സമയത്ത് കൊല്ലങ്ങളോളം ജീവിച്ചിട്ട് ഈ സ്വർഗമൊന്ന് കിട്ടാതെ പോയെങ്കിലോ? 1-2 കാര്യം ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഓ സഹോദരാ, നിസ്കരിച്ചത് കൊണ്ട് ഒരാൾക്ക് സ്വർഗം കിട്ടുമോ? നോമ്പെടുത്തത് കൊണ്ട് ഒരാൾക്ക് സ്വർഗം കിട്ടുമോ? ധർമ്മം കൊടുത്തത് കൊണ്ട് ഒരാൾക്ക് സ്വർഗം കിട്ടുമോ? രണാങ്കണത്തിൽ ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്തത് കൊണ്ട് ഒരാൾക്ക് സ്വർഗം കിട്ടുമോ? ഇവിടെ നോക്ക്, ചിന്തിക്കണം. സമയം എത്രയുണ്ടെന്നറിയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം എന്ന് നീ ചിന്തിച്ചോ? ഒരു മനുഷ്യൻ 75 കൊല്ലം ജീവിച്ചു. ഈ 75 കൊല്ലത്തെ ജീവിതത്തില് ഒരിക്കലും ഒരു നന്മ ചെയ്തിട്ടില്ല, ഒരു സൽക്കർമ്മം ചെയ്തിട്ടില്ല. ദുൽമ് മാത്രമാണ് ചെയ്തത്. ആളുകൾക്ക് ഉപദ്രവം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പരാക്രമങ്ങളെ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു മനുഷ്യൻ, 75 കൊല്ലത്തെ ദുർനടപ്പുകളോടുകൂടി ജീവിച്ച മനുഷ്യൻ, പെട്ടെന്നൊരു ബോധം വന്ന് ഹബീബ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തു ചെന്നു. ഹബീബായ മുത്തുനബിന്റെ കൈവെള്ളയിൽ കൈവച്ചു. അതാ മനസ്സറിഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഒരു കാമിലായ ഈമാൻ ആവശ്യമായ രൂപത്തിൽ ആ മനുഷ്യൻ വിശ്വസിച്ചുകൊണ്ട് കലിമ ചൊല്ലിയിട്ട് 1-2 നിമിഷം മാത്രം അയാൾ ജീവിച്ചു.
ഉടനെ ആ മനുഷ്യനങ്ങ് മരിച്ചു. ആ മരിച്ച മനുഷ്യനെ പറ്റി എന്താ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം? ആ മനുഷ്യനെ പറ്റി നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ എന്താണ് ഉറപ്പിക്കുന്നത്? ആ മനുഷ്യൻ ഹിസാബ് കൂടാതെ സ്വർഗത്തിലാണ്. ഹബീബായ മുത്തുനബിയോട് ഒരു നിമിഷ നേരം ഈമാനോടുകൂടി സഹവസിച്ചതിനാൽ ഗൗസുൽ ആളം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മാൻ അഹ്മദുൽ കബീർ ദിഫാനി ഇതുപോലത്തെ അറിയപ്പെട്ട കിതാബുകളെക്കാൾ ഗൗസുകളെക്കാൾ വലിയ മഹാനാണ്. ഈ നിമിഷ നേരം അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഈമാനോടെ സഹവസിച്ച് ജീവിച്ച മനുഷ്യനോ അവൻ ഈ ലോകത്ത് സഹാബത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വമുള്ളവരാണ്. അതല്ലേ നമ്മളെ വിശ്വാസം? അല്ലാഹുവിന്റെ റസൂൽ ഇമാം ഇബ്നുൽ അസ്കലാനി തന്റെ അൽ ഇസ്വാബ ഫീ തംയീസി സ്വഹാബ വ്യക്തമായി രേഖപ്പെടുത്തിയതു കാണാം. ഉറങ്ങിക്കിടക്കുന്ന തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കടന്നു പോവുകയാ. അതേ പ്രസവിക്കപ്പെട്ട ചോര പൈതലാ. ആ പൈതൽ ഇങ്ങനെ തൊട്ടിലിൽ കിടന്നുറങ്ങുകയാ. ആ ഉറങ്ങിക്കിടക്കുന്ന പൈതലിന്റെ അരികിൽ കൂടി തങ്ങളങ്ങ് നടന്നു പോകുമ്പോൾ ആ ഉറങ്ങിക്കിടക്കുന്ന പൈതലിന്റെ മുഖത്തേക്കൊന്ന് നോക്കി ആ തൊട്ടിലിലേക്ക് തങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ഈ കുട്ടി ഔസുല്ലാദമിനേക്കാൾ വലിയ മഹാനാണ്, വലിയ പവറാ. അത് തങ്ങളോടുള്ള സുഹൃബത്തിന്റെ പ്രത്യേകതയാണ്. ഇതുകൊണ്ടാണ് മഹാനായ സഅദുദ്ദീൻ തബ്താസാനി തങ്ങള് നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ദർസുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ